നമസ്കാരം. പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് ഒരു സത്യം പറഞ്ഞിരിക്കുകയാണ്. അതായത് പാകിസ്ഥാനെ അമേരിക്ക ഉപയോഗിച്ച ശേഷം ഒരു ടോയ്ലറ്റ് പേപ്പർ പോലെ വലിച്ചെറിഞ്ഞു എന്നാണ് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യം ടിഷ്യൂ പേപ്പർ എന്നാണ് പറഞ്ഞത്. പക്ഷേ ടിഷ്യൂ പേപ്പർ സാധാരണമായിട്ടല്ലേ വലിച്ചെറിയുന്നത്. ഇതങ്ങനെയല്ല. മലമൊക്കെ തൂത്ത് തുടച്ചതിന് ശേഷം അമേരിക്ക തങ്ങളെ ഒരു ടോയ്ലറ്റ് പേപ്പർ പോലെ വലിച്ചെറിഞ്ഞു എന്നാണ് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞത്. പാകിസ്ഥാൻ്റെ അസംബ്ലിയിലാണ് ഈ കാര്യം പറഞ്ഞത്. ചരിത്രമൊക്കെ മനസ്സിൽ വരുന്നുണ്ട്, പക്ഷേ പറയുന്നില്ല എന്നൊക്കെ ഇദ്ദേഹം ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. പാകിസ്ഥാൻ അമേരിക്കയെ സപ്പോർട്ട് ചെയ്തത് ഒരു മോക്ഷത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല. പാകിസ്ഥാന് വേണ്ടിയിട്ട് തന്നെയാണ് അമേരിക്കയെ സപ്പോർട്ട് ചെയ്തത്. അമേരിക്ക പ്രീതി കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. പക്ഷേ ആവശ്യം കഴിഞ്ഞ് അങ്കിൾ സാം എല്ലാം കഴിഞ്ഞ് അങ്ങ് മടങ്ങുകയായിരുന്നു, തങ്ങളെ ഒന്നും ഗൗനിച്ചില്ല എന്നാണ് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത്. ഇത് ഒരു വിമർശനമല്ല, മറിച്ചൊരു ഏറ്റുപറച്ചിലാണ്, ഒരു കൺഫെഷനാണ് എന്നൊക്കെയാണ് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മന്ത്രി പറയുന്നത്. സത്യം മാത്രമേ പറയൂ നമ്മുടെ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി. പുറകിലിരുന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ എംപിമാർ കൈയടിക്കുന്നൊക്കെ ഉണ്ട്, അവരുടെ ഡെസ്കുകളിലൊക്കെ തട്ടുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ പിന്തുണയാണ് ഈ വാക്കുകൾക്ക് ലഭിക്കുന്നതും. അമേരിക്ക നടത്തിയ എല്ലാ യുദ്ധശ്രമങ്ങളിലും പാകിസ്ഥാൻ അമേരിക്കയ്ക്കൊപ്പമായിരുന്നു. ഇനി റഷ്യയ്ക്ക് എതിരെ അമേരിക്ക നടത്തിയ നീക്കങ്ങളിലും അമേരിക്കയെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഒപ്പമുണ്ടായിരുന്നു. 1980 പല തരത്തിലുള്ള നീക്കങ്ങൾ റഷ്യയ്ക്കെതിരെ, USSRനെതിരെ അമേരിക്ക നടത്തിയിട്ടുണ്ടായിരുന്നു. ആ നീക്കങ്ങളിലൊക്കെയും പാകിസ്ഥാൻ വലിയ പിന്തുണയാണ് നൽകിയത്. ഇനി 2000 താലിബാനെതിരെ അമേരിക്ക നടത്തിയ യുദ്ധങ്ങൾക്കായിക്കോട്ടെ പാകിസ്ഥാൻ വലിയ പിന്തുണയാണ് നൽകിയത്. പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ ജീവൻ നഷ്ടമാക്കാൻ പോലും തയ്യാറായി. 2005 മുതൽ 2013 വരെയുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 80,000-ലധികം ആൾക്കാരാണ് അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തതിൻ്റെ പേരിലും അമേരിക്കയെ സഹായിച്ചതിൻ്റെ പേരിലുമായിട്ട് പാകിസ്ഥാന് നഷ്ടമായത്. ഇവരിൽ ചിലർ പാകിസ്ഥാൻ്റെ സാധാരണ പൗരന്മാരുമായിരുന്നു. അങ്ങനെ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ അമേരിക്ക തങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത്. ആദ്യ കാലങ്ങളിൽ കുറച്ച് സഹായമൊക്കെ പാകിസ്ഥാന് വേണ്ടിയിട്ട് അമേരിക്ക ചെയ്തു കൊടുത്തു, മിലിറ്ററി സഹായമൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷേ ഇപ്പോൾ നിർത്തിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വാസ്തവം എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം. ഇനി പാകിസ്ഥാൻ്റെ നേതാക്കന്മാരെ ഇപ്പോൾ അമേരിക്ക കാണാൻ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു പരാതി. ഷെഹബാസ് ഷെരീഫിനെ മൈൻഡാക്കുന്നില്ല എന്നൊക്കെയാണ് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഒരു രീതിയിലും പാകിസ്ഥാനെ അമേരിക്ക കണക്കിലെടുക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ അടിപ്പണിയുള്ള രാജ്യം തന്നെയാണ് കേട്ടോ. പാകിസ്ഥാൻ പൂർണ്ണമായും അമേരിക്കയെ പിന്തുണച്ചൊന്നുമില്ല. ഇനി കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, താലിബാൻ ഇതിനിടയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ താലിബാനെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. അമേരിക്കയ്ക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ തന്നെ ഈ ഭീകരവാദികളെ പിന്തുണയ്ക്കുവാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. 2 തരത്തിലുള്ള ഭീകരവാദികൾ പാകിസ്ഥാനിലുണ്ടെന്നാണ് അവരുടെ വാദം. ഒന്ന്, ഇന്ത്യക്കെതിരെ യുദ്ധമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ, ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ അവർ നല്ല ഭീകരവാദിയാണ്. പാകിസ്ഥാനെതിരെ തന്നെ ആക്രമണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മോശമായ ഭീകരവാദികളുമാകും. ഇത് ഒക്കെ പുറമേ അമേരിക്ക ഒസാമ ബിൻ ലാദനെ തട്ടിയത് പാകിസ്ഥാൻ്റെ സൈനിക താവളത്തിന് തൊട്ടടുത്തു നിന്നാണ്. കുറച്ച് മീറ്ററുകൾ മാത്രം അകലെ നിന്നാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ വെച്ച് ഒസാമ ബിൻ ലാദനെ അമേരിക്ക തട്ടിയത്. പാകിസ്ഥാന് അമേരിക്ക നല്ല രീതിയിൽ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. 2002 $33 ബില്യൺ എയ്ഡാണ് പാകിസ്ഥാൻ ലഭിച്ചത്. ഇപ്പോൾ പോലും F-16 വിമാനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനെ അമേരിക്ക സഹായിച്ചിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ്റെ ഈ അടിപ്പണി ശക്തമായപ്പോഴാണ് ഈ രീതിയിലുള്ള മറുപടി കൊടുത്തത്. ഇനി പാകിസ്ഥാനെ ഒരുപാട് സഹായിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒന്ന്, ഭീകരവാദി രാജ്യമാണ്. മറ്റൊന്ന്, പാകിസ്ഥാൻ്റെ കയ്യിൽ ഒന്നുമില്ല. പാകിസ്ഥാൻ തിരിച്ചെന്ത് പിന്തുണയാണ് കൊടുക്കേണ്ടത്? അപ്പോൾ അമേരിക്ക ഇന്ത്യക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രയോജനമുണ്ട്. പക്ഷേ ആ പ്രയോജനമൊന്നും പാകിസ്ഥാനൊപ്പം നിന്നാൽ കിട്ടില്ല. കാരണം അമേരിക്കയുടെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാനുള്ള ശേഷി പാകിസ്ഥാനില്ല. ഇനി ദീർഘനാളിങ്ങനെ സഹായിച്ചു കൊണ്ടേയിരിക്കാം.
പിന്നെ ചില ഭീകരവാദികളെയൊക്കെ കൊടുത്ത് സഹായിക്കുമെന്നല്ലാതെ മറ്റു സഹായങ്ങളൊന്നും അമേരിക്കയ്ക്ക് പാകിസ്ഥാനിൽ നിന്ന് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ തഴഞ്ഞിരിക്കുന്നതും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.